വയനാട് സുൽത്താൻ ബത്തേരിയിൽ വടക്കനാട് കരിപ്പൂർ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ കർഷകർ ദുരിതത്തിലായി. ഭീതി പരത്തുന്ന കാട്ടാനകൾ മേഖലയിലെ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കാൻ ആരംഭിച്ചതോടെ കർഷകർ പലരും ആത്മഹത്യയുടെ വക്കിലായിരിക്കുകയാണ്. വിളഞ്ഞു പാകമായ കൃഷിയിടങ്ങൾ കാട്ടാന നശിപ്പിക്കുമ്പോൾ ചങ്കുപൊട്ടുന്ന ശബ്ദത്തിൽ അലറി വിളിക്കാൻ മാത്രമാണ് നിസ്സഹായരായ കർഷകർക്ക് കഴിയുന്നത്. അനക്കൊണ്ട് നോക്കിയതിന് എവിടെ ഇറങ്ങി പോണ്ടാന്ന് പിന്നെ എന്താ കാണാനെ. വയനാട്ടിലെ കർഷക ജനതയുടെ പതിവ് കാഴ്ചകളായി മാറിയിരിക്കുകയാണ് ഈ നിലവിളികൾ. വായ്പയെടുത്തും സ്വർണം പണയം വെച്ചും സ്വരുക്കൂട്ടിയ പണം ഉപയോഗിച്ച് വിത്തും വളവും വാങ്ങി കൃഷിഭൂമിയിൽ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിയിൽ നിന്നും എന്തെങ്കിലും ലഭിക്കാൻ പാകമാകുമ്പോഴാണ് കാട്ടാനകൾ ദുരന്തം വിതച്ച് നാട്ടിലിറങ്ങുന്നത്. അതോടെ എല്ലാം നഷ്ടപ്പെടുന്ന കർഷകരുടെ കണ്ണീരിന് അറുതിയില്ലാതാവുകയാണ്. വള്ളുവാടി, വടക്കനാട് എന്നിവിടങ്ങളിൽ കാട്ടാന ശല്യം ഗുരുതര ഭീഷണിയായി മാറിക്കഴിഞ്ഞു. കാട്ടാനകളെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ മാർഗങ്ങൾ അധികൃതർ സ്വീകരിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാബാസ് വ്യക്തമാക്കി. നമ്മുടെ വിലപ്പെട്ട ജീവൻ കാട്ടുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ കവർന്നെടുക്കുക എന്നത് ഏറ്റവും വലിയൊരു ദുരന്തമായി അവശേഷിക്കുകയാണ്. വന്യമൃഗങ്ങൾ കാട്ടിൽ സ്വൈര്യമായി വസിക്കുകയും അവിടെ അവർക്ക് പ്രകൃതി തന്നെ നിശ്ചയിച്ചിട്ടുള്ള വാസസ്ഥലത്ത് ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം ചെയ്യുമ്പോൾ മനുഷ്യർക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് സ്വൈര്യമായും സ്വസ്ഥമായും വസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും സാധിക്കേണ്ടതാണ്. ഇതെല്ലാ സർക്കാരുകളുടെയും പ്രഥമമായ ചുമതലയാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് വയനാടൻ കർഷക ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ കേന്ദ്ര കേരള സർക്കാരുകൾ പുലർത്തുന്ന അനങ്ങാപ്പാറ നയത്തിനെതിരെ നിരവധി ജനകീയ സമരങ്ങൾ നടന്നെങ്കിലും നടപടിയുണ്ടായില്ല. പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മാനന്തവാടി രൂപത വടക്കനാട് സെന്റ് ജോസഫ് ദേവാലയ മുൻവികാരി ജോബി മൂക്കാട്ട് കാവുങ്കലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായിരുന്നു അധികൃതർ നീക്കമുണ്ടായതെന്നാണ് ആരോപണം. കർഷകർക്കായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഇപ്പോഴത്തെ വികാരി റവറൻ ഫാദർ ഡോക്ടർ പോൾ കൊരണ്ടിയാർകുന്നേൽ ഷെക്കീന ന്യൂസിനോട് പറഞ്ഞു. അന്ന് കുടിയേറി വന്ന കാലത്തേക്കാൾ ഏറെ കൂടിയ വന്യമൃഗ ശല്യമാണ് ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. കാലങ്ങളായി വളരെ സാധാരണക്കാരായ കർഷകർ ഓരോ വർഷവും വിളയിറക്കുമ്പോൾ ആശങ്കയോട് തന്നെയാണ് വിളയിറക്കുക. അത് കൊയ്ത് കയറ്റുന്നത് വരെ അവരനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ അവർണ്ണനീയമാണ്. ഈ ദിനങ്ങളിൽ കാവൽ കിടന്ന് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പാടശേഖരങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. വിവിധങ്ങളായ വന്യമൃഗങ്ങളുടെ ശല്യമാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. പ്രത്യേകമായിട്ട് ആനകളുടെ ശല്യം. എന്തുകൊണ്ട് ഇത്രയും രൂക്ഷമായ വന്യമൃഗ ശല്യമുള്ളപ്പോഴും ഈ ജനത്തോട് കരുണാപൂർവ്വം പെരുമാറാൻ, അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ ഈ വകുപ്പിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നിയമതലങ്ങളിൽ നിന്നും ഒരുപക്ഷെ വന്യ നിയമങ്ങൾ അതിനെ പുനർനിർവചിച്ചുകൊണ്ട് സാധ്യമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ ജനത്തിൻ്റെ രോദനമാണ്. ഇത് വനരോദനമായി തീരാതെ ശ്രവിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വയലിൽ വിളഞ്ഞു നിന്ന നെല്ലും കവുങ്ങും തുടങ്ങിയ കൃഷികൾ കാട്ടാനകൾ നിരന്തരം ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനകൾ കൃഷിയിടത്തിലിറങ്ങാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഷെക്കീന ന്യൂസ്, വയനാട്.